എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ കമ്പനികളിൽ ഏറ്റവും വിശ്വസ്തമായ പേര് ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എല്ലാവർക്കും ഒരു ഉത്തരമായിരിക്കും ടാറ്റ. ടാറ്റ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസും അതേ നിലവാരം പുലർത്തുകയാണ്. നല്ലൊരു ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയുടെ കസ്റ്റമേഴ്സിന് നല്ലൊരു സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പേര് പറയുന്ന പോലെ തന്നെ കസ്റ്റമേഴ്സിന് ഓപ്ഷൻസ് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യമുള്ള, നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ അങ്ങനെയാണല്ലോ ട്രെൻഡ്. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ള പോലെ തന്നെ ഇതിലെ നമുക്ക് ഓപ്ഷൻസ് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷണൽ പ്ലാൻ ആണ് ടാറ്റ മെഡിക്കെയർ സെലക്ട് പ്ലാൻ. അതിന്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ചും എന്തൊക്കെ ഓപ്ഷൻസ് ആണ് എന്നുള്ളതിനെ കുറിച്ചും 2026 ഉണ്ടായിട്ടുള്ള അപ്ഡേഷൻസിനെ കുറിച്ചും അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. അതെന്തിനാ ഈ പ്ലാനിന്റെ യുണീക് സെല്ലിംഗ് പോയിന്റ്സ്, USPസിനെ കുറിച്ച് നോക്കാം. അതായത് നമുക്ക് എന്തുകൊണ്ട് ഈ പ്ലാൻ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് USPs. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇതിൽ ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്നുള്ള ഒരു ഫീച്ചർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് പോളിസി കാലയളവിൽ എപ്പോഴെങ്കിലും അൺലിമിറ്റഡ് ടൈം സം അഷ്യൂർഡ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ 10 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ഒരു തവണ നമുക്ക് ഇപ്പോൾ 1 കോടിയുടെ 2 കോടിയുടെ ക്ലെയിം വന്നാൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്നുള്ള ഒരു ഫീച്ചർ ഈ പ്ലാനിൽ ഉണ്ട്. അത് ഓപ്ഷണലാണ്. ഓപ്ഷണലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏർലി ആക്സസ് എന്നുള്ള ഒരു ഫീച്ചർ ഇതിലുണ്ട്. ഏർലി ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ 3 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് 20 ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കുന്നു, അതിന്റെ 3 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് തന്നെ അടക്കുകയാണെങ്കിൽ 60 ലക്ഷം രൂപ വരെ, അതായത് 3 × 20 ലക്ഷം 60 ലക്ഷം, 60 ലക്ഷം രൂപ വരെയുള്ള സബ്സിഡി യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏർലി ആക്സസ് എന്നുള്ളത്. അതായത് പെട്ടെന്ന് ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ഒരു 40 ലക്ഷത്തിന്റെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏർലി ആക്സസ്. അത് തുടക്കത്തിൽ തന്നെ പറയണം, ഓപ്ഷണൽ റൈഡർ ആണ്, ഈ കാര്യം മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ മെറ്റേണിറ്റി കവർ ഇതിൽ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. 2 ഇയർ ആണ് വെയിറ്റിംഗ് പീരീഡ് പ്രഗ്നൻസിക്ക് ഉള്ളത്. പക്ഷെ നമുക്ക് 1 ഇയർ ആയിട്ട് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 10% ഓഫ് സം അഷ്യൂർഡ് അല്ലെങ്കിൽ മാക്സിമം അപ് ടു 1 lakh rupees ആണ് ഒരു പ്രഗ്നൻസിക്ക് കിട്ടുക. അത് നോട്ട് ചെയ്യുക. ഓപ്ഷണൽ റൈഡർ ആണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പ്ലാനിന്റെ പേര് തന്നെ മെഡിക്കെയർ സെലക്ട് എന്നാണ്. സെലക്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കണം. പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് ഈ റൈഡർ ഇൻബിൽട്ട് അല്ല, നമ്മൾ ഓപ്ഷനായി സെലക്ട് ചെയ്യണം. ബേസിക് കാര്യങ്ങൾ മാത്രമേ അതിൽ ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ യങ് ഫാമിലി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്കൗണ്ട് ഉണ്ട്. 40 വയസ്സിന് താഴെയുള്ളവർ എടുക്കുകയാണെങ്കിൽ 10% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് അത് 10% ഡിസ്കൗണ്ട് ഇതിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിസ്കൗണ്ട് എന്നുള്ള ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറി സ്ലിപ്പ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ 7.5% ഡിസ്കൗണ്ട് ഉള്ള ഒരു പ്രൊഫഷണൽ ഡിസ്കൗണ്ടും ഈ പ്ലാനിൽ ലഭ്യമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള USPs. എന്തുകൊണ്ട് ഈ പ്ലാൻ എടുക്കണം എന്നുള്ള യുണീക് സെല്ലിംഗ് പോയിന്റ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്താൻ അത് സഹായിക്കും. അത് വലിയൊരു സഹായമാവും. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഈ പ്ലാനിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ബാക്കി നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ USPs ഒക്കെ നമ്മൾ ഓപ്ഷണൽ ആയിട്ട് എടുക്കേണ്ടതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സം ഇൻഷ്യൂർഡ് നമുക്ക് 5 ലക്ഷം മുതൽ 3 കോടി വരെ ഈ പ്ലാനിൽ സെലക്ട് ചെയ്യാം. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ഇതിൽ കവേർഡ് ആണ്. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസമാണുള്ളത്. അഡ്മിഷന് മുമ്പുള്ള 90 ദിവസത്തെ എക്സ്പെൻസും ഡിസ്ചാർജിന് ശേഷമുള്ള 90 ദിവസത്തുള്ള എക്സ്പെൻസും കവർ ചെയ്യുന്ന ഫീച്ചറിനാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യും എന്ന് പറയുന്നത്. 90 ഡേയ്സ് ഇതിൽ കവർ ചെയ്യപ്പെടുന്നത്. പ്രീ 90 ഡേയ്സും പോസ്റ്റ് 90 ഡേയ്സും. അതുപോലെ തന്നെ ഡേ കെയർ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ അതൊക്കെ കവേർഡ് ആണ്. ഡേ കെയർ എന്ന് വെച്ചാൽ ടെക്നോളജി അഡ്വാൻസ്മെന്റ് കാരണം ഇപ്പോൾ 24 മണിക്കൂർ അഡ്മിഷൻ പല കാര്യങ്ങൾക്കും ആവശ്യമില്ല. ഇപ്പൊ കാറ്ററാക്ട് പോലെ, കീഹോൾ സർജറി പോലെയൊന്നും നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ ഉണ്ട്. ഒരു പ്രോസസ്സ് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് കഴിയും. പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജും ഉണ്ട്. അങ്ങനത്തെയാണ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും ഈ പ്ലാൻ കവേർഡ് ആണ്. ഡൊമിസിലറി എക്സ്പെൻസ് കവേർഡ് ആണ്. ഡൊമിസിലറി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹോസ്പിറ്റൽ റൂം ഇല്ലാതിരിക്കുക, അങ്ങനെ അല്ലെങ്കിൽ രോഗിയെ വീട്ടിൽ നിന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് ഡൊമിസിലറി എന്ന് പറയും. ഡൊമിസിലറി എക്സ്പെൻസ് കവേർഡ് ആണ് ഈ പ്ലാനിൽ. അതുപോലെ തന്നെ ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ അപ് ടു സം അഷ്യൂർഡ് കവേർഡ് ആണ്. ആയുർവേദം, ഹോമിയോ ഒക്കെ റീഇംബേഴ്സ്മെന്റ് രീതിയിലാണ് കിട്ടുക, അത് ഓർക്കണം. അതുപോലെ തന്നെ ആംബുലൻസ് സം അഷ്യൂർഡ് വരെ കവേർഡ് ആണ്. ആംബുലൻസ് എക്സ്പെൻസസ്. അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ഈ പ്ലാനിൽ കവേർഡ് ആണ്. ഇനി നമ്മൾ ഇതിൽ സിംഗിൾ
പ്രൈവറ്റ് AC റൂമാണ് ഇതിൽ നമുക്ക് എടുക്കാവുന്നത്. ഇത് നമ്മളൊരു അതിന് പകരം ഒരു ട്വിൻ ഷെയറിംഗ് റൂം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡെയിലി ക്യാഷ് ആയിട്ട് 1200 രൂപ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് പകരം നമ്മൾ മൾട്ടി ഷെയറിംഗ് റൂം, അതായത് 4 പേരൊക്കെ ഉള്ള വാർഡുകളുണ്ട്, അതാണ് എടുക്കുന്നതെങ്കിൽ 1500 രൂപ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. നോ ക്ലെയിം ബോണസ് 50% മാക്സിമം അപ് ടു 100%. പക്ഷെ നമുക്ക് ഇതിൽ സൂപ്പർ ചാർജ് എന്നുള്ളൊരു റൈഡർ ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ് റൈഡറിന്റെ സെക്ഷൻ വരുമ്പോൾ ഞാൻ പറയാം. അതുപോലെ തന്നെ പോളിസി ടെന്യൂർ 1 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കാം, 2 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കാം, 3 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ്. ബാക്കി നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇനിയിപ്പോ റൈഡേഴ്സ് എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഓപ്ഷണൽ കവേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഓപ്ഷണൽ കവേഴ്സ് കൺസ്യൂമബിൾസ് ഒരു ഓപ്ഷണൽ റൈഡർ ആണ്. അത് കൺസ്യൂമബിൾസ് എന്ന് വെച്ചാൽ കോട്ടൺ അല്ലെ PPE കിറ്റ്, സിറിഞ്ച് ഒക്കെ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു 150ഓളം കാര്യങ്ങൾ കൺസ്യൂമബിൾസ് എന്നാണ് പറയുക. അപ്പൊ നമ്മളിപ്പോ കൺസ്യൂമബിൾസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബില്ല് 1 ലക്ഷം വന്നാൽ ഒരു 10,000 മുതൽ 15,000 10 to 15% കൺസ്യൂമബിൾസിൽ പോകും. അതുകൊണ്ട് തന്നെ കൺസ്യൂമബിൾസ് റൈഡർ എന്തായാലും എടുത്തു വെക്കണം. ഓപ്ഷണൽ റൈഡർ ആണ്, എടുത്തു വെക്കണം. അതുപോലെ തന്നെ മെറ്റേണിറ്റി ഒരു റൈഡർ ആണ്, ഇൻബിൽറ്റ് അല്ല. മെറ്റേണിറ്റി റൈഡർ അതായത് 10% ഓഫ് സം അഷ്യൂർഡ് അല്ലെങ്കിൽ മാക്സിമം അപ് ടു 1 lakh ആണ് മെറ്റേണിറ്റിയിൽ ലഭിക്കുക. 2 കൊല്ലമാണ് യൂഷ്വലി വെയിറ്റിംഗ് പീരീഡ്, നമുക്ക് 1 കൊല്ലം ആക്കി കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് റൈഡർ ആണ്. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ഓപ്ഷണൽ റൈഡേഴ്സ് ആണ്. അതുപോലെ ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്നുള്ള റൈഡർ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. പോളിസി കാലാവധിയിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് നമുക്ക് സം അഷ്യൂർഡ് നോക്കാതെ 10 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്ത ആൾക്കും ഒരു 1 കോടിയുടെ എക്സ്പെൻസ് ഒരു തവണ പോളിസിയുടെ കാലാവധി ലൈഫ് ടൈമിൽ ഒരു തവണ നമുക്ക് ഇപ്പം എത്ര എമൗണ്ട് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്ന ഓപ്ഷൻ ഓപ്ഷണൽ റൈഡർ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏർലി ആക്സസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഏർലി ആക്സസ് എന്ന് വെച്ചാൽ ഇപ്പൊ 3 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുന്നു, 20 ലക്ഷം രൂപയുടെ സം അഷ്യൂർഡ്, ടോട്ടൽ 3 × 20 60 ലക്ഷമുണ്ട്. ഏർലി ആക്സസ് എടുത്താൽ 20 ലക്ഷം രൂപയാണ് സം അഷ്യൂർഡ് എങ്കിലും നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് 45 ലക്ഷം 50 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഏർലി ആക്സസ് റൈഡർ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റൂം കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. എനി റൂം എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബേസിക്കലി പ്രൈവറ്റ് AC റൂമാണ്, പക്ഷെ നമുക്ക് എനി റൂം ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൂം കാറ്റഗറി സെലക്ട് ചെയ്യാം. അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്യാം. ഇത് വരുന്നത് നമുക്ക് ഈ മെഡിസപ്പ് പോലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോലുള്ള ആളുകൾക്ക് ആദ്യത്തെ 50,000 അല്ലെങ്കിൽ ആദ്യത്തെ 1 ലക്ഷം ഞാൻ എന്റെ കോർപ്പറേറ്റ് പോളിസിയിൽ മെഡിസപ്പിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള എമൗണ്ട് മതിയെങ്കിൽ നമുക്ക് 50,000 1 ലക്ഷം രൂപ ഫസ്റ്റ് ഡിഡക്റ്റബിൾ ആയിട്ടിട്ട് ബാക്കിയുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. സൂപ്പർ ചാർജ് ബോണസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് 50% ബോണസ് കൂടി 100% ആവുന്ന ഫീച്ചറാണ് ഉള്ളത്. പക്ഷെ ഈ സൂപ്പർ ചാർജ് ബോണസ് എടുക്കുകയാണെങ്കിൽ 100% വെച്ച് നമ്മുടെ ബോണസ് കൂടി 500% വരെ വർദ്ധിക്കും. അതായത് 10 ലക്ഷത്തിന്റെ പോളിസി 5 കൊല്ലം കൊണ്ട് തന്നെ 60 ലക്ഷമായി മാറുന്ന സൂപ്പർ ചാർജ് ബോണസ് നമുക്ക് ഇതിൽ ഓപ്ഷണൽ റൈഡർ ആയിട്ട് എടുക്കേണ്ടതുണ്ട്. OPD ഡെന്റൽ ഒക്കെ ഇതിൽ റൈഡർ ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എത്ര OPD എത്ര എമൗണ്ട് കിട്ടും, സം അഷ്യൂർഡിനെ ബേസ് ചെയ്തിട്ടാണ്, ഡെന്റൽ എത്ര കിട്ടും, വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. മെന്റൽ വെൽബീയിങ് എന്നുള്ള റൈഡർ ഉണ്ട്. സൈക്കോളജിക്കൽ മെഡിസിൻ, സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന മെന്റൽ വെൽബീയിങ് എന്നുള്ള അത് റൈഡർ ആണ്. അതും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇടയ്ക്ക് പറയുന്നത് വെച്ചാൽ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നത്, യൂട്യൂബിന്റെ ഇതനുസരിച്ച് കൂടുതൽ പേരിലേക്ക് എത്തുന്നത് ലൈക്ക് നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെയിറ്റിംഗ് പീരീഡ് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. സ്ലോ ഗ്രോയിങ് ഡിസീസ്, സ്പെസിഫിക് ഇൽനസ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് 2 years ആണ്. നമ്മുടെ കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, സൈനസൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ 18ഓളം അസുഖങ്ങളുണ്ട്. വെരിക്കോസ് വെയിൻസ്, അങ്ങനെ 18ഓളം അസുഖങ്ങളുണ്ട്. അതിന്റെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ് 3 years ആണ്. പക്ഷെ അത് 30 ദിവസമായി കുറയ്ക്കാനുള്ള റൈഡർ അതിനുള്ള അത് 30 ദിവസമായിട്ട് കുറയ്ക്കാൻ, അതായത് 3 വർഷം എന്നുള്ളത് 30 ദിവസമായി കുറയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ പ്ലാൻ എടുക്കുന്ന സമയത്ത് പറയണം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്കൗണ്ട്സ് ലോങ് ടേം ഡിസ്കൗണ്ട് ഉണ്ട്. 3 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 7%, 2 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് ഉണ്ട്. ഫാമിലി ഫ്ലോട്ടർ ഡിസ്കൗണ്ട് 10% ഉണ്ട്. ഫാമിലി എല്ലാവരും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. പ്രൊഫഷണൽ ഡിസ്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 7.5%. നിങ്ങൾ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7.5% ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുറയാൻ, ഈ പ്ലാന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യങ് ഏജ് ഡിസ്കൗണ്ട്, അതായത് 40 വയസ്സിൽ താഴെയുള്ളവരാണ് എടുക്കുന്നെങ്കിൽ 10% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സായാലും 60 വയസ്സായാലും അങ്ങനെ ലൈഫ് ലോങ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഈ പ്ലാനിലെ മെയിൻ ആയിട്ടുള്ള ഡിസ്കൗണ്ട്.
ടാറ്റ എജി മെഡിക്കെയർ സെലക്ട് പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാനോ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പല കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയും എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങളെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഈ കാണുന്ന രണ്ട് നമ്പറിൽ ഏതിലെങ്കിലും ഒന്നിൽ വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചും പുതിയ അറിവുകളെ കുറിച്ചുള്ള വീഡിയോസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ചാനൽ 500ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.